നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ബന്ധം കണ്ട് അസൂയപ്പെടുന്ന ലോക നേതാക്കളാണ് ഇന്ന് കൂടുതലും. ഇത്രയും വർഷം ഭരിച്ച പലർക്കും കഴിയാത്തത് ഇന്ന് നരേന്ദ്രമോദി നിഷ്പ്രയാസം നടത്തിയെടുക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, ശത്രു രാജ്യങ്ങളെ കൊണ്ടുവരെ ഇന്ത്യയെ പുകഴ്ത്തുന്ന അവസ്ഥയിലേക്ക് മോദി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇന്ത്യയോട് പ്രത്യേകം നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇറാൻ. യുദ്ധത്തിന്റെ നാളുകളിൽ പ്രധാനമന്ത്രി മോദി ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയനെ ആശങ്ക അറിയിച്ചിരുന്നു. കൂടാതെ ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വരാൻ ഇറാൻ വ്യോമപാത വരെ തുറന്നുകൊടുത്തിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ ഇറാൻ എംബസിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക പ്രസ്താവന ഇറക്കിയത്. ഈ ഭീകരതയെ ആക്രമണത്തെ നേരിടുന്നതിൽ ഇറാനിലെ ജനങ്ങളുടെ ശക്തമായ നിലപാട് അവരുടെ മാതൃരാജ്യത്തെയും രാജ്യത്തിന്റെ അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ മനോഭാവത്തെ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങളുടെയും ഗുരുതരമായ ലംഘനത്തിനെതിരായ പ്രതിരോധത്തെയും കാണിക്കുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ജനങ്ങളും സ്ഥാപനങ്ങളും കാണിക്കുന്ന യാഥാർത്ഥവും വിലമതിക്കാനാവാത്തതുമായ പിന്തുണയെ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഈ ഐക്യദാർഢ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക, നാഗരിക, മാനുഷിക ബന്ധങ്ങളിൽ വേരൂന്നിയതാണ്. ഇത് സമാധാനം, സ്ഥിരത, ആഗോള നീതി എന്നിവയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഇന്ത്യ വാദിക്കുന്ന സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും പാത പിന്തുടർന്നുകൊണ്ടാണ് ഈ വെടിനിർത്തൽ സാധ്യമായത്. വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പ്രസിഡന്റ് ട്രംപ് എത്ര തന്നെ അംഗീകാരം നേടിയാലും അതിൽ ഇന്ത്യയുടെ പങ്ക് നിഷേധിക്കാനാവില്ലെന്നതാണ് ഈ പ്രസ്താവന കൊണ്ട് ഇറാൻ സൂചിപ്പിക്കുന്നത്. അതേസമയം 12 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ മിസൈലുകൾ, ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ എന്നിവയിലൂടെ പരസ്പരം ആക്രമിച്ചു. അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുകയും ഇറാന്റെ പ്രധാന ആണവ താവളങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. വെടിനിർത്തലിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് 50 വർഷത്തിനിടയിലെ ഏറ്റവും വിനാശകരമായ പ്രഹാരമാണ് ഇസ്രായേൽ ഇറാന് നൽകിയത്. നൂറുകണക്കിന് ഇറാനിയൻ ഫാക്ടറികളും കമാൻഡർമാരും നശിക്കപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. കൂടാതെ ഇറാനിലെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങൾ അത് വീണ്ടും നശിപ്പിക്കും. ഇതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം 12 ദിവസത്തെ യുദ്ധത്തിനു ശേഷമുള്ള വെടിനിർത്തലിൽ ജനങ്ങൾ ആശ്വാസം കണ്ടെത്തുമ്പോൾ സർക്കാർ അനുകൂല തീവ്രവാദ സംഘടനകൾ ടെഹ്റാനിൽ ഒരു റാലി നടത്തി. റാലിയിൽ ആളുകൾ ഇസ്രായേലും അമേരിക്കയ്ക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇതൊക്കെയാണെങ്കിലും ഇറാനിൽ ഭരണകൂട മാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിനിടയാക്കുമെന്നും അത് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. നാറ്റോ ഉച്ചകോടിക്കായി നെതർലാൻഡിലെ ഹെഗിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് 1 വിമാനത്തിൽ വാർത്താ ലേഖകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ഇറാനിലെ മതഭരണകൂടത്തെ താഴെയിറക്കണമെന്ന ഇസ്രായേലിന്റെ മനോഭാവത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ അഭിപ്രായം. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്രായേലിന്റെ ആഗ്രഹത്തോട് അനുഭാവമുള്ളതായി സൂചിപ്പിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.